നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ്. അതായത് ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്കും അതുപോലെ തന്നെ കോൾഡ് ചോക്ലേറ്റ് ഡ്രിങ്കും. ഞാൻ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക് മാത്രമാണ് എന്ന് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എപ്പോഴാണ് ഇതിനെ ഓർത്തത്, ഇപ്പോൾ നല്ല ചൂടുകാലമാണ്, നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ ചൂട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയും ഹോട്ട് ചോക്ലേറ്റ് ഈ സമയത്ത് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കോൾഡ് ചോക്ലേറ്റും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് താല്പര്യം അത് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ നെല്ലിക്കയുടെ ഡ്രിങ്ക് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം അത് അത്രയും ഹെൽത്തിയാണ്. നമുക്കിപ്പോൾ ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റുന്ന, നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ഉന്മേഷം നൽകാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. മാത്രമല്ല വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് തന്നെയാണ് അതിൽ ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ കാണാത്തവർ കാണാനും ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീണാസ് കറികളിൽ 1 മില്യണിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റഡ് ആണ്. നിങ്ങളും അതുപോലെ തന്നെയാണ് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എപ്പോഴും കൂടെ ഉണ്ടാവണം. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്കും അതുപോലെ തന്നെ കോൾഡ് ചോക്ലേറ്റ് ഡ്രിങ്കും തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹോട്ട് ചോക്ലേറ്റും അതുപോലെ തന്നെ കോൾഡ് ചോക്ലേറ്റും ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് 1/4 ഗ്ലാസ് പാലാണ്. ഞാനിപ്പോൾ ഇവിടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചൂടില്ലാത്ത പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിനാവശ്യമുള്ള കൊക്കോ പൗഡർ ആഡ് ചെയ്തതിന് ശേഷം നന്നായി അങ്ങ് മിക്സ് ചെയ്ത് വെക്കണം. അതെന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് 2 ഗ്ലാസ് പാലിൻ്റെ ആവശ്യമുണ്ട്. ആ പാലിലോട്ട് ഈ കൊക്കോ പൗഡർ മിക്സ് ചെയ്തത് വേണം ചേർത്ത് കൊടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ കൊക്കോ പൗഡർ മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് കട്ട പിടിച്ചങ്ങ് കിടക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ചോക്ലേറ്റ് മാത്രം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോണ പോലെ ചോക്ലേറ്റും കൊക്കോ പൗഡറും രണ്ടും മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കൊക്കോ പൗഡറിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹെർഷീസിൻ്റെ അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ്. അതായത് ഇതിലൊട്ടും തന്നെ സ്വീറ്റ്നെസ് ഇല്ല, മധുരമില്ലാത്ത കൊക്കോ പൗഡർ. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കൊക്കോ പൗഡറിൽ സ്വീറ്റ്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം ചേർക്കുമ്പോൾ പഞ്ചസാരയുടെ അളവ് മാറ്റം വരും കേട്ടോ. കാരണം ഞാനിപ്പോൾ ചേർക്കുന്ന രണ്ടിലും, അതായത് ചോക്ലേറ്റിലാണെങ്കിലും കൊക്കോ പൗഡറിലാണെങ്കിലും ഒട്ടും തന്നെ മധുരമില്ല. അപ്പോൾ ഇതിലോട്ട് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് മാറ്റി വയ്ക്കണം. ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് 2 ഗ്ലാസ് പാല്. ഞാനിവിടെ ഇതേപോലത്തെ കപ്പിൽ 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണ് എടുക്കുന്നത് അതുപോലെ എടുത്തോളൂ. ഇപ്പോൾ 2 കപ്പ് പാല്. നമുക്ക് ആദ്യം തന്നെ ഈ പാല് കുറച്ചൊന്ന് വറ്റിക്കണം. അതായത് ഇപ്പോൾ 2 ഗ്ലാസ് പാലാണെന്നുണ്ടെങ്കിൽ ഒരു 1.25 കപ്പ് ആവുന്നവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം കണ്ടിന്യൂസ് ആയി ഇളക്കി വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് ആ ഇതിന് നല്ല തിക്നെസ് വരുള്ളൂ. മനസ്സിലായി? നമ്മൾ ഐസ്ക്രീമൊന്നും ചേർക്കാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യണം. അതേസമയം ഐസ്ക്രീമൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാല് തിളപ്പിച്ചാൽ മതിയാവും. ഇതുപോലെ വറ്റിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീ വയ്ക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ താഴെ പിടിക്കും. താഴെ പിടിച്ച് കഴിഞ്ഞാൽ സ്മെല്ല് തന്നെ ഡിഫറൻസ് ആയിട്ട് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാല് ഒരു 1/4 ഗ്ലാസോളം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊക്കോ പൗഡറിൻ്റെ മിക്സ് ചേർത്ത് നന്നായിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കണം. ഈ കൊക്കോ പൗഡർ നന്നായി കുക്കാവണം കേട്ടോ. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ചേർക്കാം, അതല്ലെങ്കിൽ ചേർക്കാതിരിക്കാം. പക്ഷെ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മധുരമില്ലാത്ത ചോക്ലേറ്റാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ മധുരമുള്ള ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ പഞ്ചസാര ഇടുമ്പോഴും ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലത്തെ ഒരു 4 പീസ് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതിൽ കിടന്ന് ഉരുകിക്കോട്ടെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിടാം. ഗ്രേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചോക്ലേറ്റ് അലിയും. പക്ഷേ ആ സമയം കൊണ്ട് നമ്മുടെ കൊക്കോ പൗഡറും കൂടെ കുക്ക് ആയിക്കോളും. 2 നുള്ള് കോഫി പൗഡറും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരും. അത് ഓപ്ഷനിലാണ്. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ. ഇത്ര മാത്രം മതി. ഹോട്ട് ചോക്ലേറ്റ് ആണ് ഉദ്ദേശമെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് സെർവ് ചെയ്യുമ്പോൾ ചിലവർ വിപ്പിംഗ് ക്രീം അതിൻ്റെ മേലെ കൂടെ സെർവ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ മാഷ്മെലോ ഇല്ലേ, അതിൻ്റെ മേലെ അങ്ങ് ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ അതുണ്ടെങ്കിൽ ചേർക്കാം, അതല്ലെങ്കിൽ അതില്ലാതെയും നമുക്ക് ഹോട്ട് ചോക്ലേറ്റ് സെർവ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഞാനിട്ട പോലെ തന്നെ ചോക്ലേറ്റ് ഇട്ടിട്ട് ചോക്ലേറ്റിൻ്റെ എമൗണ്ട് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഡ് ചോക്ലേറ്റ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇനി അടുത്ത സ്റ്റെപ്പായിട്ട്. അപ്പോൾ ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് മാറിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇച്ചിരി നല്ല ചിൽഡായിട്ട് മാറ്റിയതിന് ശേഷം വേണം നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാൻ. ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് തണുത്തിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം ഞാൻ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കണം. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാർ എടുക്കാം. അതിലോട്ട് ഒരു 5-6 കഷ്ണം ഐസ് ഇട്ട് കൊടുക്കാം. ഐസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് ഐസ്ഡ് ചോക്ലേറ്റിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൊക്കോ പൗഡറും ചോക്ലേറ്റും മധുരമില്ലാത്തതായിരുന്നു കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ഇതിൻ്റെ അളവ് തീരുമാനിക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കണം. അതായത് ഐസും പഞ്ചസാരയും. പഞ്ചസാര നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നമ്മുടെ തണുത്തിരിക്കുന്ന ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതേപോലെ തന്നെ 1 മിനിറ്റോളം നേരം അടിച്ചെടുക്കാം. ഹൈ സ്പീഡിലാണ് കേട്ടോ. ഇതാ ഇവിടെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു 5 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിപ്പോൾ ഫ്രീസറിലാണ് വെക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കാം. മധുരം കുറവാന്ന് തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അതല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതിയോ. ഞാനിപ്പോൾ ഇനി ഇതൊന്നും ചേർക്കുന്നില്ല. എനിക്ക് മധുരം കറക്റ്റാണ്. ഇതാ ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ജാറ്. അതിനുശേഷം പുറത്തേക്ക് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പദം അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീസറിൽ വെക്കുന്നത് കേട്ടോ, ഒരു 5 മിനിറ്റ് നേരത്തോളം. അപ്പോൾ നമുക്കൊരു സെർവിങ് ഗ്ലാസ് എടുക്കാം. അതിലോട്ട് നമ്മുടെ കോൾഡ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലുള്ള പദ ഒരു സ്പൂൺ വെച്ചിട്ട് മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഐസ്ക്രീമൊന്നും ഇല്ലാണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള കോൾഡ് ചോക്ലേറ്റും റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ കോൾഡ് കോഫി ഉണ്ടാക്കിയിരിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും എത്ര ഈസിയാണ്, എത്ര ടേസ്റ്റിയാണെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഹോട്ട് ചോക്ലേറ്റ് ആയിട്ടും കഴിക്കാം, കോൾഡ് ചോക്ലേറ്റ് ആയിട്ടും കഴിക്കാം. അപ്പോൾ നമ്മുടെ കോൾഡ് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഹോട്ട് ചോക്ലേറ്റ് വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഹോട്ട് ചോക്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ മാഷ്മെല്ലോ വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സാധാരണ രീതിയിൽ ഇത് തനിയാണ് സെർവ് ചെയ്യാറുള്ളത്. പിന്നെ മാഷ്മെല്ലോ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അതും കൂടെ അതിൻ്റെ മേലെ കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ടതിന് ശേഷം സെർവ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഹോട്ട് ചോക്ലേറ്റും അതുപോലെ തന്നെ കോൾഡ് ചോക്ലേറ്റും. അപ്പോൾ നിങ്ങൾക്ക് കോൾഡ് ചോക്ലേറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് കുറച്ച് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അത് ഹോട്ട് ചോക്ലേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഞാൻ ആ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കോൾഡ് ചോക്ലേറ്റ് ചേട്ടൻ കുടിച്ചു. ഇത് ഹോട്ടാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി. നന്ദുവിന് ഇഷ്ടം ഹോട്ട് ചോക്ലേറ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് തയ്യാറാക്കി നോക്കാം. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഞാനിവിടെ ഫൈനലായിട്ട് നിങ്ങളോട് പറയാൻ വരുമ്പോൾ ഒരാളിവിടെ എടുത്ത് കുടിക്കൽ കഴിഞ്ഞു. കോഫി നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്തെന്നാൽ പുരുഷന്മാരുടെ എനിക്ക് എങ്ങനെയുണ്ടെന്ന് പറയും. ചേട്ടന്റെ അടുത്ത് ഇങ്ങനെ കുഴപ്പമില്ലാന്ന് പറയരുത്, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഈ അമിതമായ വികാരപ്പെടണം ഞങ്ങൾക്ക് കുറച്ച് കുറവാണ്.